സിനാനെ ഞാനൊരു കഥ പറഞ്ഞേരട്ടെ. അവിടെ നിന്നിട്ട് പറയാം. ഞാൻ കഥ പറയാറല്ലേ. കഥ എന്താ വെച്ചാല് ഒരാളിട്ടോ ഒരു വിരൂപിയായ മനുഷ്യനാണ്. ആള് റോഡിന്റെ നടുവ് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ആളെ ചുറ്റുള്ള ആൾക്കാർ ആളെ ശ്രദ്ധിക്കണില്ല. ഈ വിരൂപിയായ മനുഷ്യനെ ആരും ശ്രദ്ധിക്കണില്ല. പകരം എന്താ ചെയ്യണേ, അയാളെ കയ്യിലൊരു സാധനമുണ്ട്. ആ സാധനത്തേക്കാണ് ഈ ആൾക്കാരെ ശ്രദ്ധ പോകുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ഈ സാധനം പോയിട്ട് അയാളെ വീടിന്റെ നടുഭാഗത്തായിട്ട് ഭദ്രമായിട്ട് വെക്കുകയാണ്. അയാളെ വീടിന്റെ നടുഭാഗത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. എന്താ പറയുക, സാധനം കയ്യിലുള്ള സാധനം, ആ സാധനം ഒരു കൂടാണ്. ആ കൂടിന്റെ നടുവില് ഒരു വട്ടുണ്ട്. ഈ വട്ടം എന്ന് പറഞ്ഞാൽ ഈ എലി പിന്നെ ഗിനിപ്പന്നി ഓരോരുത്തർ ഇങ്ങനെ കളിക്കുന്ന സാധനം, ആ വട്ടത്തിലുള്ള റൗണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ഗിനിപ്പന്നി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എലി ഉണ്ട്. ആ എലി ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റാണ്. ഒക്കെ മനസ്സിൽ ചിത്രം കൊണ്ടുവന്നില്ലേ? ഈ ചിത്രം നമ്മളോട് കാര്യം പറയണം. എന്താ അറിയോ, ഈ വൈരൂപിയായ മനുഷ്യൻ കൊണ്ടുവച്ച സാധനമില്ലേ, ഒരു കൂട്, ആ കൂട് ദുനിയാവായിട്ട് സങ്കല്പിക്കുക. ആ കൂടിനുള്ളിലെ ചക്ര ഇല്ലേ, അതെന്താ, കാലചക്രം, ദുനിയാവിലെ കാലചക്രം. ഈ ചക്രത്തിൻ്റെ ഉള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എലി, ആ എലി എന്താ, നമ്മളുമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഈ ദുനിയാവ് മാത്രം ചിന്തിക്കുന്ന ചില ആൾക്കാരാണ്. അവരിങ്ങനെ ചക്രം ഇങ്ങനെ കറങ്ങും, അതിങ്ങനെ അതിൻ്റെ ഇങ്ങനെ കറങ്ങും. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ലക്ഷ്യമില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ഈ കൂടാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരുടെ ദുനിയാവ്. ഈ വീട്, അതായത് ആ വിരൂപിയായ മനുഷ്യൻ കൊണ്ടുവച്ച വീടാണ് യഥാർത്ഥത്തിൽ അവരുടെ നരകം. ദുനിയാവ് ഒരു നരകത്തിനുള്ളിൽ കൂടായിട്ട് രൂപീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ശൈത്താൻ. അപ്പൊ ആലോചിച്ച് നോക്കാം, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരുടെ അവസ്ഥ അത്രത്തോളം. ഒന്നുമില്ല. ആ ചുറ്റോളം നോക്കുന്ന, സഹതാപത്തോടെ നോക്കുന്ന മനുഷ്യരില്ല. അതാണ് യഥാർത്ഥ മീനിങ്ങൾ. നമ്മൾ അധികം ആൾക്കാരും ഈ ദുനിയാവിന് ജീവിക്കണം എന്തുകൊണ്ടാണ്? വെറും പൈസ. അതേ ഉള്ളൂ നമുക്ക്. പൈസ കൊണ്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ആഖിറത്തിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും? ആഖിറ ഉണ്ടാക്കാൻ കഴിയും. അതെങ്ങനെ അറിയോ? അതിൻ്റെതായ രൂപത്തിൽ ചെലവഴിച്ചവർക്ക് മാത്രമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, എന്ത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ദുനിയാവ് വേണം, ആഖിറമാണ്. ഈ ദുനിയാവ് എങ്ങനെ ഉണ്ടാക്കുക? പൈസ ഉണ്ടായതോടെ ദുനിയാവിന്റെ കുറച്ച് അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ നമുക്ക് കിട്ടി, നല്ല സുഖത്തോടെ ജീവിക്കുക. അതാണ് ദുനിയാവ് കിട്ടുക എന്ന് പറഞ്ഞത്. അത് കിട്ടിയാൽ ദുനിയാവായി. ഇത് കിട്ടുക എങ്ങനെ? കുറച്ച് അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. എന്നിട്ട് ആ സൗകര്യങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെയ്യണം, ഉപയോഗിക്കുകയും ചെയ്യണം. എന്നാലും അത് ആഖിറ ഉണ്ടാക്കുകയുള്ളൂ. വെറും ദുനിയാവ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ നമ്മുടെ ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ റൂഹിന്റെ ഒരു നേർരേഖ, ജീവിതരേഖ ഞാൻ പറയട്ടെ. ഈ റൂഹ് ആദ്യം അള്ളാഹുവിന്റെ ഹിമയിലേന്, ആദ്യം അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുണ്ടായിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആ റൂഹിനെ സംരക്ഷിച്ചു കൊണ്ടുപോയി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വൈ രൂപത്തിലുണ്ട് ജീവിതരേഖ, ഒരു വൈ രൂപത്തിൽ. അല്ലാഹു സുബ്ഹാനഹു ഈ നേർരേഖയിൽ ആദ്യം ഫസ്റ്റ് വരിക റൂഹ്, ഈ നേർരേഖയിൽ ആദ്യം ഫസ്റ്റ് വരിക. ആദ്യം റൂഹ് അങ്ങനെ വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ആ റൂഹിനെ ആ ടേണിംഗ് പോയിന്റിൽ, ഒരു എന്താ പറയാ, വലത്തെ ഭാഗത്തൊക്കെ ഇടത്തെ ഭാഗത്തും പോയിട്ട് ആ ടേണിംഗ് പോയിന്റിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ ഇട്ട്. അവിടെയാണ് ഇപ്പൊ നമ്മളെ അതാണ് യഥാർത്ഥ ദുനിയാവ്, നമ്മളവിടെ ഉള്ളത്. അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടത് ഒരു അധികാരം നമുക്ക് തന്നിട്ടാണ്. ഇഖ്തിയാർ എന്ന അധികാരം. ഈ ഇഖ്തിയാറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അത് നമുക്ക് ഉണ്ട്, ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് തീരുമാനിച്ചാൽ നമുക്ക് 2 റൂട്ട് ഉണ്ട്. അത് ചെയ്യാതിരിക്കാം. തീരുമാനം, ആ തീരുമാനം നമുക്ക് എടുക്കാം. അതാണ് ഇഖ്തിയാർ. ആ തീരുമാനത്തിൽ മാത്രം അധികാരം നമുക്കുണ്ട്. ആ തീരുമാനം എങ്ങനെയാണ് എടുക്കുന്നത് അതനുസരിച്ചാവും നാളെ നമ്മളെ ആഖിറത്തുള്ള ജീവിതം. അതായത് ഈ 2 രേഖ ഇങ്ങോട്ടും പോകണ്ടല്ലോ വൈയിലെ, അത് ഒന്ന് വലത്തെ ഭാഗത്തേക്കുള്ള സ്വർഗത്തിലും ഒന്ന് അടുത്ത ഭാഗത്ത് നരകത്തിലാണ്. ഈ ടേണിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ ഇഖ്തിയാറോട് കൂടി നല്ല കാര്യങ്ങൾ തെരഞ്ഞെടുത്തോ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വർഗത്തേക്ക് പോവാം, അല്ലെങ്കിൽ നരകത്തേക്ക് പോവാം. അതാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ദുനിയാവിന്ന് എന്ത് ചെയ്യണം, ദുനിയാവ് ഉണ്ടാക്കണം. അത് ദുനിയാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ദുനിയാവ് ഉണ്ടാക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ ചെലവാക്കണം. അതാണ് യഥാർത്ഥത്തിൽ ദുനിയാവ്. ഒരു വിശ്രമ കേന്ദ്രം മാത്രമാണ് ദുനിയാവ്. അപ്പോൾ ദുനിയാവ് വേണം, ആഖിറം നേടണം.